എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട്. നല്ല ജീവനോടെ നമുക്ക് കുറച്ച് മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അത് തന്നെയല്ല, ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പം അതും കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. മീൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 4 തോട്ടുപുളി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഞെരിടുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഈ പുളിവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ആ ചൂടായതിലേക്ക് ഞാൻ ഈ മീനെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ടൊരു ചകിരി ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ പുറഭാഗം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മീൻ ക്ലീനായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെട്ടി കറി വെക്കാനുള്ള പാകത്തിനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് പോകാം. കറി വെക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് പുളിയും ഉപ്പും ഇട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ആ ചതച്ച് വെച്ചത് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. ഒരുപാട് മൂപ്പിക്കണ്ട, എന്നാൽ പച്ചമണമൊക്കെ മാറി കിട്ടുകയും വേണം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കട്ടെ. പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടിയെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ പുളിവെള്ളം നമ്മൾ വെച്ചിരിക്കുന്നത് അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുകയാണ്. മീനിന് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണമെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ, കാരണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നുള്ളത് കപ്പയാണ്. കപ്പ വേവിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഇത് കപ്പയും മഞ്ഞക്കൂരി കറിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.